മനുഷ്യൻ താരിപ്പുകളുടെയും രീതികളുടെയും മാത്രം സൃഷ്ടി ആകണമോ? നമസ്കാരം. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ തിമിംഗലത്തിൻ്റെ വയറ്റിലായി എന്ന സങ്കല്പത്തിൽ കൂടെ സമകാലീന യാഥാർത്ഥ്യങ്ങൾ പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മനഃപൂർവ്വം തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഞാൻ ആ കടമ നിർവഹിച്ചതിനോട് ഞാൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള പൂർണ്ണമായ പ്രതികരണങ്ങൾ ലഭിച്ചില്ല. ഏതാണ്ട് ഒരു പ്രതികരണം മാത്രമേ ഇങ്ങനെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് സംസാരിക്കുന്ന മനുഷ്യൻ്റെ ഇന്ന് ആരാണ് സുവിശേഷം കേൾക്കുന്നത്? അത് ക്രിസ്ത്യാനിക്ക് പറ്റിയ പണിയല്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഞാൻ ആ സൂചനയെ ബഹുമാനിക്കുന്നു. എന്നാൽ ആ സൂചനയിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം നാം ഏവരും തിരിച്ചറിയണം എന്നതുകൊണ്ട് അതിനെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഏവരുമായി ഒത്ത് ചിന്തിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഞാൻ അപ്രകാരം മനഃപൂർവ്വമാണ് നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് സംശയമുണ്ടാക്കുവാൻ യാതൊരു മാർഗവുമില്ല. രണ്ട് വിധത്തിൽ. ഒരു പ്രതികരണം ലഭിച്ചത് എനിക്ക് സമചിത്തത നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ഭ്രാന്ത് പിടിച്ചു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുതിരവട്ടത്തോ ഇവിടെ ഊളംപാറയോ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം എന്ന ഒരു പ്രതികരണം ലഭിച്ചു. ആ പ്രതികരണം എന്നെ അല്പം പോലും അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം അങ്ങനെ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം നാം ചില കാര്യങ്ങൾ പരിചയപ്പെട്ടു, അങ്ങനെ തന്നെ ആകണം എന്ന് നാം ധരിച്ചു വച്ചു. അതിൽ നിന്ന് മാറ്റം വരുമ്പോൾ നാം അറിയാതെ ഒരു വിധത്തിലുള്ള അസുരക്ഷിതാവസ്ഥയിലേക്കും മംഗലാപ്പിലേക്കും നാം പ്രവേശിക്കുന്നു. അതിനെ വേണ്ടതുപോലെ ബൗദ്ധികമായി കൈകാര്യം ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിൽ പിന്നെ ആകെ ചെയ്യാവുന്നത് അങ്ങനെ ആന്തരികമായ ഒരു കോളിളക്കം സൃഷ്ടിച്ച വ്യക്തിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിനെ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുക സ്വാഭാവികമാണ്. അങ്ങനെ പ്രതികരിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ പ്രസ്താവിക്കുന്നത് എനിക്ക് വട്ടുണ്ട് എന്നുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ ആശയം വ്യക്തമാണ്. താൻ പറയുന്ന ഈ കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ സാധ്യമല്ല. അത് സ്വാഭാവികമാണ്, തികച്ചും ന്യായീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി യാതൊരു പരിഭവവുമില്ല. എന്നാൽ ആ പ്രതികരണവും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്ന ആശയത്തോട് ചേർത്ത് നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തോടും ഇപ്രകാരം ചിന്തിക്കുന്നതിലേക്ക് വഴിയൊരുക്കിയതിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ എനിക്ക് ആദ്യമായി ഏവരോടും പറയാനുള്ളത്, നാം അറിയാത്ത തോതിൽ, അറിയാത്ത വിധത്തിൽ, തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ നാം ഓരോരുത്തരും താരിപ്പുകളുടെയും പരിശീലനങ്ങളുടെയും രീതികളുടെയും അടിമകളായിട്ടാണ് കഴിയുന്നത്. നാം ചെറുപ്പം മുതലേ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇങ്ങനെ മാത്രമേ ആകാവൂ, അങ്ങനെ ആകരുത് എന്നുള്ള ധാരണകൾ നാം ചിന്തിച്ചോ ആലോചിച്ചോ അന്വേഷിച്ചോ മനസ്സിലാക്കിയതോ കണ്ടുപിടിച്ചതോ അല്ല. മറ്റുള്ളവർ നമ്മെ പറഞ്ഞറിയിച്ചത്, അവർ നിർബന്ധിച്ചത്, സമൂഹം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചത്, നാം അതുപോലെ കണ്ണടച്ച് വിശ്വസിച്ചു, സ്വീകരിച്ചു. അത് നമ്മുടെ ഉള്ളത്തിൽ ആഴത്തിൽ വേരൂന്നി. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും നാം ആർജിച്ചിരിക്കുന്ന സങ്കല്പങ്ങളുടെയും ധാരണകളുടെയും വെളിച്ചത്തിൽ മാത്രമേ അവയെ പരിഗണിക്കുവാൻ നമുക്ക് കഴിവുള്ളൂ. നമ്മുടെ സങ്കല്പങ്ങൾക്ക് അനുയോജ്യമായി മാത്രമേ മറ്റുള്ളവർ പ്രവർത്തിക്കാവൂ എന്നൊരു നിർബന്ധം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ നിർബന്ധം എത്രമാത്രം സാധൂകരിക്കാവുന്നതാണ്, എത്രമാത്രം അർത്ഥവത്താണ് എന്നതിനെപ്പറ്റി ചിന്തിക്കുക സ്വാഭാവികമല്ല. ചിലരൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന ഒരു കാര്യം എന്നെ ശ്രവിക്കുന്ന സഹൃദയരായ ആളുകളെ
ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ആ വേഷം അണിഞ്ഞത്. സിനിമയിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള വേഷമല്ല. എൻ്റെ ഒരു ചെറിയ മുണ്ടുണ്ട്, അതുകൊണ്ട് തല മൂടി. അപ്പോൾ അതിനെ സംബന്ധമായ ചില ചിന്തകൾ. അപ്പോൾ ഒരു വിശ്വാസി പറയുന്നത്, തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഒരിക്കൽ സംസാരിച്ച മനുഷ്യൻ എങ്ങനെയാണ് ഇനി സുവിശേഷം കൈകാര്യം ചെയ്തത്? അതേ വ്യക്തി അവഗണിച്ച യാഥാർത്ഥ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട സഭകളുടെ എല്ലാം തിരുമേനിമാർ തല മൂടിക്കൊണ്ടാണ് പൊതുവിൽ പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിലും അവർ ആരാധന നടത്തുന്നത്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവസരങ്ങളിൽ അവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നതിന് വേണ്ടി തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതെന്തുകൊണ്ട് അസ്വാഭാവികമാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. അതിന് കാരണം ചെറുപ്പം മുതലേ നമ്മളത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആകസ്മികമായി ഒരു തിരുമേനിയെ മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് നടക്കുന്നത് കണ്ടാൽ നിങ്ങൾ വാസ്തവത്തിൽ അന്തം വിട്ടുപോകും. കേരളത്തിലെ എല്ലാവരും മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ പാൻറ്റും ഷർട്ടും ഇട്ടാണ് നടക്കുന്നത്. പക്ഷേ തിരുമേനിക്ക് എങ്ങനെ ആയിക്കൂടാ എന്നാര് പറഞ്ഞു? അങ്ങനെ നാം തീരുമാനിക്കുന്നതിൻ്റെ യുക്തി എന്താണ്? പ്രസക്തി എന്താണ്? അർത്ഥം എന്താണ്? ന്യായീകരണം എന്താണ്? ഒന്നുമില്ല. എന്നാൽ തിരുമേനി ഇടുന്ന വസ്ത്രം ഒരു അച്ഛനിട്ടുകൊണ്ട് നടന്നാൽ നമുക്ക് ഷോക്ക് അടിച്ച് അന്ന് ഇലക്ട്രിക് ഷോക്ക് അടിക്കും. കാരണം എന്താണ്? അതിനെന്തെങ്കിലും ദൈവികതയോ ആത്മീകതയോ ധാർമ്മികമായ മൂല്യങ്ങളോ മാനുഷികമായ അർത്ഥമോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനെ നമ്മെ ധരിപ്പിച്ചിരിക്കുന്നു. അത് മാത്രമാണ് നാം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത് മാത്രമേ ഇനി അങ്ങോട്ട് കാണാവൂ എന്നുള്ള ഒരു നിർബന്ധം, അല്ലാതെ മറ്റൊന്നും ഇതിനകത്തില്ല. ഇപ്പോൾ തിരുമേനിയുടെ മോതിരം മുത്തുന്നു, അല്ലെ കൈ മുത്തുന്നു. ഒരു ഐമേനി സാധാരണ വിശ്വാസി പറയുകയാണ്, ഇത് എൻ്റെ കയ്യിൽ മോതിരമുണ്ട്, ഒന്ന് മുത്തിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. അവരടി വെച്ച് കൊടുക്കും, അല്ലേ? അടി വെക്കാൻ ധൈര്യം ഇല്ലെങ്കിൽ എന്തെങ്കിലും ദൂരെ മാറി നിന്നെങ്കിലും പറഞ്ഞിട്ടെങ്കിൽ ഓടി രക്ഷപ്പെടും. കാരണം അങ്ങനെ ഒരു പരിശീലനം, അങ്ങനെ ഒരു പാരമ്പര്യം നമുക്ക് നൽകപ്പെട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ്. അല്ല തിരുമേനിയുടെ കയ്യിലെ വിരലിൽ കിടക്കുന്ന മോതിരം മുത്തിയ സ്വർഗത്തിൽ പോകുന്നൊന്നും നിയമമില്ല. അദ്ദേഹം ഇടുന്ന സ്വർണം സാധാരണ ആളുകൾ വാങ്ങിക്കുന്ന സ്വർണത്തേക്കാൾ വലിയ മേന്മയുള്ളതാണ് എന്നുമില്ല. ഇതൊക്കെ വെറും താരിപ്പുകൾ മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ തിരുമേനിമാരിടുന്ന വസ്ത്രം അത് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം. നിങ്ങൾ യൂട്യൂബിൽ പോയി അതിൻ്റെ പടങ്ങളെടുത്ത് നോക്കിയാൽ ആ വസ്ത്രം ഹിന്ദുക്കളുടെ ഒരു സ്വാമി ഇട്ടുകൊണ്ട് നടന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ചിരിച്ച് നിങ്ങളുടെ ഊപ്പാട് വരും, ഇല്ലേ? കാരണം എന്താണ്? താരിപ്പ്, രീതി. അതുമാത്രമാണ് നമ്മുടെ നിലപാടുകളെയും എന്ത് സ്വീകാര്യമാണ് എന്ത് അസ്വീകാര്യമാണ് എന്ന് തീരുമാനിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏക ഘടകം താരിപ്പുകൾ മാത്രമാണ്. മറ്റാരാണ്ടോ നമുക്ക് പറഞ്ഞു നൽകിയ കാര്യം. ഏതിൻ്റെയെങ്കിലും അർത്ഥമോ ഉപയോഗമോ പ്രസക്തിയോ നാം അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടല്ല നാം നിലപാടെടുക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഏവരെയും ബോധ്യപ്പെടുത്താനുള്ള അവസരമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാനത് ചെയ്തത് എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഈ യൂട്യൂബ് ചാനലിൽ പങ്കെടുക്കുന്ന ഭൂരിപക്ഷം ആളുകളും കാണിച്ചു എന്നതിൽ ഞാൻ അതീവമായി സന്തോഷിക്കുന്നു. ഇത് വിലയേറിയ ഒരു കൂട്ടായ്മയാണ് എന്ന്, മതരഹിതമായ കൂട്ടായ്മയാണ് ഇതിനെ വിശ്വസിക്കുവാനും വിലമതിക്കുവാനും ഇത് കൂടുതൽ എന്നെ സഹായിക്കുന്നു. നമുക്ക് പിന്നെ ഓരോ സംസ്കാരത്തിലും സ്ത്രീകൾ ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, പുരുഷന്മാരിങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്. ഇതിനൊരു സാന്ദർഭികമായിട്ട് പറഞ്ഞാൽ, ഞാനിതിന് മുമ്പൊരു വീഡിയോയിൽ ഞാൻ കളിക്കാൻ നേരം ഉപയോഗിക്കുന്ന വസ്ത്രം, അതായത് ഒരു വെസ്റ്റ്, ഇച്ചിരി കളറൊക്കെയുള്ള വെസ്റ്റും ഷോർട്ട്സും ഇട്ടുകൊണ്ടാണ് ഞാൻ കളിക്കുന്നത്. ഇപ്പോഴങ്ങനെ കാര്യമായിട്ട് കളിക്കാറില്ല. പക്ഷേ എപ്പോഴെങ്കിലും വ്യായാമം ചെയ്യുമ്പോൾ വ്യായാമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ആ വസ്ത്രം മാത്രമാണ് ഇടുന്നത്. അല്ലാതെ ടീഷർട്ട് പോലും ഇട്ടുകൊണ്ട് വ്യായാമം ചെയ്യാൻ കേരളത്തിൽ പ്രയാസമാണ്, നമ്മുടെ ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോൾ കൈയില്ലാത്ത സ്ലീവ്ലെസ് വെസ്റ്റ് അല്പം നല്ലത്.
പിന്നെ ഒരു ചെറിയ പെയർ ഓഫ് ഷോർട്ട്സ്, ഇത് മാത്രം ഇട്ടുകൊണ്ടാണ് ഞാൻ വ്യായാമം ചെയ്തത്. അല്ലാതെ 3 പീസ് ഇട്ടുകൊണ്ട് വ്യായാമം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങളെ ധരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അത് ധരിച്ചുകൊണ്ട് പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിനോടുള്ള പ്രതികരണങ്ങൾ വളരെ രസകരമാണ്. അതിലൊരു പ്രതികരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഇയാളെന്താ പെണ്ണുങ്ങളുടെ പെറ്റിക്കോട്ട് ഇട്ടുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വരുന്നത് എന്ന് ചോദിച്ചു. അത് എനിക്ക് വളരെ നർമ്മബോധമുള്ളതായിട്ടാണ് തോന്നിയത്. അത് ഞാൻ നന്നേ ആസ്വദിച്ചു. പക്ഷേ അത് പെറ്റിക്കോട്ടല്ല. പെറ്റിക്കോട്ടും സ്ത്രീകളിടുന്ന പെറ്റിക്കോട്ടും പുരുഷന്മാർ ഉപയോഗിക്കുന്ന സ്പോർട്സ് സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബനിയൻ, ഈ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നല്ലോ എന്ന ഒരു സങ്കടം മാത്രം ആ തരുണത്തിൽ എനിക്കുണ്ടായി. എന്നാലത് പെറ്റിക്കോട്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് യാതൊരു നഷ്ടവും വന്നില്ല. ഒരു തരത്തിലുള്ള അസ്വസ്ഥത ഞാൻ അനുഭവിച്ചില്ല. അപ്പോൾ സ്ത്രീകൾ ഇങ്ങനെയാണ് വസ്ത്രധാരണം ചെയ്യേണ്ടത്, പുരുഷന്മാരങ്ങനെയാണ്. ഇപ്പോൾ പിന്നെ യൂണിസെക്സ് ക്ലോത്ത്സ് ഉണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടാവുന്ന. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? നമ്മുടെ ധാരണകൾ എന്ന് പറയുന്ന ഈ വടവൃക്ഷം 1000 കൈകൊണ്ട് പിടിച്ച് കുലുക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടണം. ഇതെല്ലാം ബാഹ്യമായ കാര്യങ്ങളാണ്, ഇവയ്ക്കൊന്നും അധികം പ്രാധാന്യം കൊടുക്കരുത് എന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ ബാഹ്യമായ അടയാളങ്ങൾ കൊണ്ട് മാത്രമാണ് വ്യക്തിയുടെ മാഹാത്മ്യം അല്ലെങ്കിൽ വില നാം അളക്കുന്നത്. ആ ഒരു താരിപ്പ് അവസാനിപ്പിക്കണം. ഓരോ വ്യക്തിയെയും അവൻ്റെ വ്യക്തിപരമായ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിയുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വ ബോധമുള്ള നിലപാട് നാം കൈക്കൊള്ളണം. അല്ലാതെ ഒരുത്തൻ കസേരയിലിരുന്നു കൊണ്ട് മാന്യനാണെന്നോ ദിവ്യനാണെന്നോ, കസേര ഇല്ലാത്തതുകൊണ്ട് ഒരുത്തൻ ഒരു വിലയില്ലാത്തവനാണ് എന്നോ നിഗമിക്കുന്നത് വാസ്തവത്തിൽ ഒരു വിധത്തിൽ ന്യായീകരിക്കാവുന്നതല്ല. അതുകൊണ്ട് കാര്യമായ നഷ്ടം മാത്രമേ നമുക്ക് വരുത്തി വയ്ക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ഞാൻ എളിമയായി ഒന്നാം പരാമർശിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പരാമർശിച്ചിട്ടുള്ളൊരു വിഷയമാണ് ശവമടക്കം. ഇപ്പം ഞാൻ എൻ്റെ വിൽപ്പത്രത്തിൽ എഴുതി വെക്കാൻ പോവുകയാണ്. എന്നെ ഒരു കസേരയിൽ ഇരുത്തി, അതായത് എൻ്റെ ശവം മരിച്ചു കഴിഞ്ഞൊരു 6 മണിക്കൂർ 10 മണിക്കൂർ കഴിയുമ്പോൾ ശരീരം വിറങ്ങലിച്ച്, അപ്പോൾ അന്നേരം ഒന്നും കസേരയിൽ ഇരുത്താനൊക്കത്തില്ല. ശരീരം വളച്ചൊട്ടിച്ച് ചിലപ്പോൾ കോടാലി കൊണ്ട് വെട്ടിയിട്ട് വേണേൽ പരുവത്തിലാക്കി ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് വെക്കാൻ. അങ്ങനെ വെക്കണമെന്ന് ഞാൻ എൻ്റെ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചു. അത് അനുസരിക്കാൻ നിർബന്ധിതരായ എൻ്റെ ബന്ധുക്കൾ എന്നെ കസേരയിലിരുത്തി കൊണ്ട് അടക്കി ഒരു കൊട്ട കുന്തിരുക്കം എൻ്റെ തലയിലോട്ട് ഇട്ടു. ആരും സഹിക്കത്തില്ല, കാരണം ഞാൻ തിരുമേനിയല്ല എന്നതുകൊണ്ട് തന്നെ. അങ്ങനെ കുന്തിരാണ്ടത്തിൽ കയറ്റിയിരുത്തി തലയിൽ കുന്തിരുക്കവും ഇട്ട് ഈ മാന്യദേഹത്തെ അടക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ആശ്വാസം മരണാനന്തരം ഉണ്ടാകുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. പിന്നെയോ അങ്ങനെ ഒരു ആചാരമാണ്. അതില്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ആചാരം നിലനിർത്തുന്നൊരു പള്ളിയിലെ സഭയിലെ മെത്രാനെ ഒന്ന് കിടത്തി ഒന്നടക്കി, പാവം ഒന്ന് ആശ്വസിച്ചോട്ടെ. ആജീവനാന്തം കസേരയിലിരുന്ന് ഞെളിപിരി കൊണ്ട ആളാണ്, മരിച്ചു കഴിഞ്ഞെങ്കിലും ഇതിയാണെന്ന് കിടന്നോട്ടെ എന്ന് മനസ്സിൽ കരുണ തോന്നി അദ്ദേഹത്തെ കിടത്തി അടക്കിയാൽ ആ സഭയിലുള്ള ആളുകൾക്ക് ഭയങ്കരമായ ശ്വാസമുട്ടൽ വരും. അത് താരിപ്പിൻ്റെ മേൽക്കോയ്മയെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നു എന്ന് തൽക്കാലം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇടയിൽ സത്യകർമ്മം അല്ലെങ്കിൽ യൂക്രിസ്റ്റ് അല്ലെങ്കിൽ കുർബാന അല്ലെങ്കിൽ കത്തോലിക്കർ ദിവ്യബലി മാസ് എന്നൊക്കെ പറയുന്നില്ലേ, അത് പുരോഹിതൻ മാത്രമേ നടത്താവൂ എന്ന് നമുക്ക് വലിയ നിർബന്ധമാണ്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒരടിസ്ഥാനം ഒന്നുമില്ല, അതൊരു താരിപ്പ് മാത്രമാണ്. യേശു നടത്തിയ ആ കർമ്മം അതും ഇതുമായിട്ട് വലിയ സാമ്യമൊന്നുമില്ല. യേശു നടത്തിയത് നല്ലൊരു ആഹാരമാണ്. ഒരു നല്ല അപ്പം, നമ്മുടെ ഫുൾ ബ്രെഡ് പോലെ ഉള്ളൊരപ്പം എടുത്ത് നുറുക്കിയിട്ടാണ് പറഞ്ഞത് ഇതെൻ്റെ ശരീരം. അങ്ങനെ പറയാനുള്ള ധാർമ്മികവും ആധ്യാത്മികവുമായ അധികാരം 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ പ്രാപിക്കുകയും 100% അത് സ്ഥിരീകരിക്കുകയും ചെയ്ത ശേഷമാണ് പറയുന്നത് ഇതെൻ്റെ ശരീരം. ആ ആത്മീയ അധികാരത്തിൻ്റെ പരിശുദ്ധിയിൽ ഒരു അപ്പക്കഷ്ണം എടുത്തിട്ട് നുറുക്കി
ഇതെൻ്റെ ശരീരമെന്ന് പറയാൻ യോഗ്യതയുള്ള ഒരു മെത്രാനും ഒരു പുരോഹിതനും ഇന്ന് കേരളത്തിലോ ഭാരതത്തിലോ ഇല്ല എന്നത് സത്യമായിട്ട് ഞാൻ സ്ഥിരീകരിക്കുകയാണ്. എന്നാലും പറയും ഇതെൻ്റെ ശരീരം, യേശുവിൻ്റെ ശരീരമാണെന്നാണ് ഈ പറയുന്നത്. എന്നാൽ യേശു എന്ന് പറയുമ്പോൾ യേശുവും അതിൽ സംബന്ധിച്ചിരുന്ന ശിഷ്യന്മാരാരും തന്നെ പുരോഹിതന്മാരായിരുന്നില്ല, അയ്മേനികൾ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോഴും അയ്മേനികൾ തൊട്ടാൽ പോയി ആകാശം ഇടിഞ്ഞു വീഴും. ഇതൊരു താരിപ്പ് മാത്രം ഉണ്ടാക്കി വച്ചിരിക്കുക. അതിനകത്ത് യാതൊരു ആശയവുമില്ല, ആത്മീയമായ യാതൊരു തത്വവും മര്യാദയും മർമ്മവുമില്ല എന്നത് നാം 100% അവഗണിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഏവരോടും പറയാനുള്ളത്, നാം ഇപ്രകാരം മറ്റുള്ളവരുടെ ശ്രമം കൊണ്ട്, അവരുടെ താല്പര്യം കൊണ്ട്, അവരുടെ ഇനീഷ്യേറ്റീവിൽ നമുക്ക് നൽകപ്പെട്ട ചില ധാരണകൾ, താരിപ്പുകൾ, രീതികൾ, അവയുടെ ആകത്തുകയിൽ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ ജീവിത സാധ്യതകളെ ഒതുക്കുന്നുവെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം. നമുക്കറിയാം, സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നസ്രനായ യേശു നിലവിലിരുന്ന എല്ലാ ധാരണകളെയും ആചാരങ്ങളെയും രീതികളെയും മനഃപൂർവ്വം വെല്ലുവിളിച്ചിരുന്നു. അതിൻ്റെ വിവിധ വശങ്ങളെ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്രകാരം ശബത്ത് ആചരിക്കുന്നു എന്നുള്ളതാണ്. 2 ശബത്ത് ഒരു യഹൂദൻ മുറ തെറ്റാതെ ആചരിക്കേണ്ടതുപോലെ ആചരിച്ചാൽ അവന് മരണാനന്തരം വലിയ അനുഗ്രഹം കിട്ടും എന്ന് പഠിപ്പിച്ചിരുന്ന യഹൂദ റബിമാരുണ്ടായിരുന്നു. There were Jewish rabbis who taught sincerely that if a Jew observed the Sabbath as it deserved to be observed for 2 consecutive Sabbaths, he would certainly gain great merit in the world to come. അങ്ങനെ നമുക്കൊന്ന് ആലോചിക്കാം. അങ്ങനെ പഠിപ്പിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് യേശു യഹൂദന്മാരുടെ ഈ ശബത്ത് സംബന്ധമായിട്ടുള്ള എല്ലാ നിയമങ്ങളും യേശു ലംഘിക്കുന്നു. അങ്ങനെ മറ്റും നിങ്ങൾ സുവിശേഷത്തോട് അടുപ്പമുള്ളവരാകിയാൽ അതിൻ്റെ ഓരോ തെളിവുകളും എടുത്ത് വിശദമായി പറഞ്ഞ് ഈ വീഡിയോ ദീർഘിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നതിൽ ഞാൻ ആശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതം, നമ്മുടെ മതപരമായ ജീവിതം എന്താണ്? ഈ ആചാരങ്ങളുടെയും സങ്കല്പങ്ങളുടെയും രീതികളുടെയും മാത്രമാകത്തുകയായി നമ്മുടെ ജീവിതം നിർജീവമായിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലയോ? ഇതൊക്കെ പരിഗണിച്ചാണ് യേശു പറയുന്നത്, നിങ്ങൾ അന്വേഷിപ്പീൻ. അന്വേഷിക്കുമ്പോൾ നിലവിലിരിക്കുന്ന മാനദണ്ഡങ്ങളെയും മര്യാദകളെയും രീതികളെയും കവച്ചു വെക്കേണ്ട ആവശ്യം വരും എന്നത് അറിയാൻ വയ്യാത്ത ആരുണ്ട്? നമ്മുടെ ഇടയിൽ ഏതെങ്കിലും വിധത്തിൽ ആത്മീയമായ വിഷയത്തെപ്പറ്റി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നാം എന്ത് വിശ്വസിക്കുന്നു അതിനെപ്പറ്റി നമുക്ക് വ്യക്തിപരമായ ചുമതല ഉണ്ടാകുക എന്നാണ് എൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം. ഞാൻ എന്ത് വിശ്വസിക്കുന്നു അതിനെപ്പറ്റിയുള്ള ചുമതല ഞാനാണ് വഹിക്കേണ്ടത്. പക്ഷേ സഭ അത് പറയുന്നതല്ല, ഞങ്ങൾക്കാണ് ചുമതല. നിനക്കൊരു ചുമതലയുമില്ല. നിനക്ക് ആകെപ്പാടെയുള്ള കടമ എന്താണ്? ഞങ്ങൾ പറയുന്നത് അതുപോലെ കണ്ണടച്ച് വിശ്വസിക്കുകയും, ഞങ്ങൾ പറയുന്നിടത്ത് നിൽക്കുകയും, ഞങ്ങൾ പറയുന്നിടത്ത് ഇരിക്കുകയും, ഞങ്ങൾ പറയുമ്പോൾ പോവുകയും, ഇടയ്ക്കിടയ്ക്ക് വാറയ്ക്ക് മോറോൻ അടിക്കുകയും ക്രിയലൈസോൺ വിളിക്കുകയും ചെയ്യുക. ഇതിനപ്പുറത്ത് നിനക്ക് ഒരു സാധ്യതയുമില്ല എന്ന ഒരവസ്ഥയിലല്ലേ നാം കഴിയുന്നു. ഇത് വളരെ ശോചനീയമാണ് എന്ന് തിരിച്ചറിയുക. ഇനിയും എനിക്ക് ഏവരോടും പറയാനുള്ളത്, നിങ്ങൾ ദയവായി ഇത് പരിഗണിക്കണമേ. നാം വിവിധ മതങ്ങളിൽ, മത ആചാരങ്ങളിൽ, മതചട്ടക്കൂടുകളിൽ, സംവിധാനങ്ങളിൽ ഉൾപ്പെട്ടവരാണ്. മതവ്യത്യാസമന്യേ സാർവലൗകികമായ സത്യം എന്താണെന്നറിയാമോ? എല്ലാ മതങ്ങളും, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത് ഈ സങ്കല്പങ്ങളിലും പാരമ്പര്യങ്ങളിലും രീതികളിലും മാത്രം ആശ്രയിച്ചാണ്. ഹാബിറ്റ്. റിലിജൻ ഈസ് എ ഹാബിറ്റ്. മതമെന്ന് പറയുന്നത് ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ചെറുപ്പം മുതലേ പരിശീലിപ്പിക്കണം. പല്ല് തേക്കാൻ ചെറുപ്പം മുതലേ പരിശീലിപ്പിക്കണം.
എന്ന് പറയുന്നത് പോലെ പള്ളിയിൽ പോകാൻ ചെറുപ്പം മുതലേ പരിശീലിക്കണം. അത് ഇന്ന പള്ളിയിൽ പോയാൽ മാത്രമേ സായുജ്യം അടയത്തുള്ളൂ എന്ന പച്ചക്കള്ളം ചെറുപ്പം മുതലേ വിഴുങ്ങിക്കൊണ്ടേയിരിക്കണം. ഇത് ഹാബിറ്റ് ഫോർമേഷനാണ്, സ്വഭാവ രൂപീകരണമാണ്. സ്വഭാവം എന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം ഉൾക്കൊണ്ടല്ല ഇവിടെ പറയുന്നത്. താരിപ്പുകളുടെ രൂപീകരണമാണ്. നമ്മുടെ മതജീവിതം 100% താരിപ്പുകളനുസരിച്ച് നമ്മെ പരുവപ്പെടുത്തിയെടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ഓരോ സഭകളും പറയുന്നത് ഞങ്ങളുടെ സൂചിക്കുഴയിൽ കൂടെ പോയില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് പറയുന്നു. മറ്റുള്ള സഭകളുടെ ആചാരങ്ങളൊക്കെ തെറ്റാണെന്നും അവിടെ യേശു പൂർണ്ണരൂപത്തിലില്ല, യേശുവിൻ്റെ ഒരു വെള്ളം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പല്ലിവിടെ ഉണ്ട്, ബാക്കി ഞങ്ങളുടെ ഇടയിലാണ് യേശു മുഴുവനായിട്ട് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം, അതിൻ്റെ അർത്ഥം ഇത് മാത്രമാണ്. ഇതൊന്നും ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും നന്മ ചെയ്തതായി ഒരു ചരിത്രവുമില്ല. നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തെ എന്തുകൊണ്ടാണ് സത്യസന്ധമായി പരിഗണിക്കാത്തത്? ഇത് ഏതെങ്കിലും മതസംവിധാനത്തോടുള്ള എൻ്റെ അതൃപ്തി കൊണ്ടോ അല്ലെങ്കിൽ അതിനോടുള്ള വ്യക്തിപരമായ എതിർപ്പ് കൊണ്ടോ ഞാൻ പറയുന്നതല്ല. മനുഷ്യൻ്റെ അവസ്ഥയിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നതും ഇപ്പോൾ വളരെ അധികമായി കുടികൊള്ളുന്നതുമായ അധപ്പതനത്തിൻ്റെ കാരണമെന്ത് എന്ന് അന്വേഷിച്ചതിൻ്റെ ഫലമായി എൻ്റെ മനസ്സിൽ വ്യക്തമായ രൂപം കൊണ്ടിട്ടുള്ള ചില ആശയങ്ങളും ചില ഭീതികളും ഞാൻ നിങ്ങളെ വിളിച്ചറിയിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് മതത്തിന് നാം കൊടുക്കുന്ന അർത്ഥവും പ്രാധാന്യവും ഏത് തരത്തിൽ ഏത് തോതുവരെ ആത്മീകമായ പരിഗണനയിൽ നിലനിൽക്കുന്നതാണ് എന്നന്വേഷിപ്പാനുള്ള, എന്ന് ചോദിപ്പാനുള്ള ഒരു കടമ നമുക്കുണ്ട്. കാരണം ആ ഒരു മാർഗമാണ്, ആ ഒരു ഉദാഹരണമാണ്, മാതൃകയാണ് യേശു നൽകിയിട്ടുള്ളത് എന്ന് 4 സുവിശേഷങ്ങൾ വായിച്ചതിൽ പഠിച്ചതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. യേശുവിൻ്റെ സമീപനം അതായിരുന്നത് കൊണ്ടാണ് സഭകൾക്ക് യേശുവുമായി അല്ലെങ്കിൽ യേശുവിനോട് വലിയ താല്പര്യമൊന്നുമില്ലാതെ അവിടെ തോമാസ് ലീഹായുടെ പുറകെ പോകുന്നു, അവിടെ പത്രോസിൻ്റെ പുറകെ പോകുന്നു. അങ്ങനെ ഒരു പോക്കാണ്. പല വിശുദ്ധന്മാരുടെയും പേരിൽ പള്ളികളുണ്ട്. ഇപ്പോൾ പത്രോസിൻ്റെ പേരിലുണ്ട്, തോമാച്ചൻ്റെ പേരിലുണ്ട്, സെൻറ്റ് സ്റ്റെഫാനോസിൻ്റെ പേരിലുണ്ട്. പക്ഷേ യേശുവിൻ്റെ പേരിൽ പള്ളികൾ നന്നേ കുറവാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒട്ടുമില്ലെന്ന് പറയുന്നില്ല, നന്നേ കുറവാണ്. കാരണം യേശുവിനെ വഹിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. മനുഷ്യനിർമ്മിതമായ ചട്ടക്കൂടിൽ അങ്ങനെ ഒരു നല്ലതായിട്ട് പരിശീലിക്കപ്പെട്ട ഒരു എരുമയെപ്പോലെ ഒതുങ്ങി നിൽക്കാനുള്ള സന്മനസ് യേശു കാണിക്കാറില്ല. അവന് ആത്മീയമായ അധികാരമുണ്ട്, ആധികാരികമായ വ്യക്തിത്വമുണ്ട്, മനുഷ്യത്വത്തിൻ്റെ വലിയ പ്രഭ അവനിൽ നിന്ന് ഈ ഭൂമിയുടെ അറുതി വരെയും പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയൊരു വ്യക്തിയെ മനുഷ്യനിർമ്മിതമായ മതസംവിധാനത്തിൽ താരിപ്പുകളുടെയും രീതികളുടെയും മാത്രം ആകത്തുകയായ ഈ സംവിധാനത്തിൻ്റെ ഉള്ളിൽ വളച്ച് ഒടിച്ച് നിർത്താൻ സാധ്യമല്ല എന്നത് ഏവർക്കും അറിയാവുന്നത് കൊണ്ടാണ് ആരും യേശുവിൻ്റെ അടുത്തേക്ക് കയറി കളിക്കാത്തത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നാം വെച്ച് പുലർത്തുന്ന ധാരണകളെ മുഴുവനും പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാനൊരു ബനിയൻ മാത്രം ഇട്ടുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ അപാകതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാൻ കാരണം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനമല്ല, നിശ്ചയമാണ്. ആത്മീകമായ ഏതെങ്കിലും ആശയമനുസരിച്ചല്ല, നിശ്ചയമാണ്. കാരണം യേശു ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കണം. നാം യേശുവിനെ പറ്റി കണ്ടിട്ടുള്ള പടങ്ങളൊക്കെ വെറും അസ്ഥാനത്താണ്. മനുഷ്യപുത്രന് തലചായിക്കാൻ ഇടമില്ല എന്ന ആ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ നാം ഇപ്പോൾ നമ്മുടെ ഭിത്തികളിലൊക്കെ വെച്ചിരിക്കുന്ന യേശുവിൻ്റെ പടം വെച്ചാൽ നല്ലൊരു മേലങ്കിയൊക്കെ ഇങ്ങനെ വെച്ച് ആ ഒരു ഏറ്റവും മനോഹരമായ, കണ്ടാൽ നമുക്ക് കൊതി തോന്നും, അതുപോലൊരു മേലങ്കി എനിക്കും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പക്ഷേ ആയിരിക്കണമെന്നില്ല. പക്ഷേ ജീർണിച്ച വസ്ത്രമായിരിക്കും, അതിലൊരു കൈ മുറിഞ്ഞെന്നിരിക്കും. പക്ഷേ അതല്ല പ്രധാനപ്പെട്ട കാരണം തൻ്റെ ആത്മീയ ദർശനമാണ്, മനുഷ്യജാതിക്ക് നൽകാനുള്ള സംഭാവനകളാണ്, എൻ്റെ
ശരീരത്തിൻ്റെ ബാഹ്യമായി കിടക്കുന്നതൊന്നുമല്ല എൻ്റെ വ്യക്തിത്വത്തിൻ്റെ വിലയെ സൂചിപ്പിക്കുന്നത്. എൻ്റെ ഉള്ളിലുള്ള വെളിച്ചവും നന്മയുമാണ്. അത് മാത്രമേ എനിക്ക് ലോകത്തിന് നൽകുവാനുള്ളൂ. അത് മാത്രമേ ലോകത്തിന് നൽകുവാൻ എനിക്ക് താല്പര്യവുമുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സത്യസന്ധമായി പറയുകയാണ്, എൻ്റെ വസ്ത്രം കൊണ്ടോ ഭൗതികമായ അവസ്ഥകൾ കൊണ്ടോ നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. എന്ന് മാത്രവുമല്ല, ഏതെങ്കിലും ആശയം അവതരിപ്പിക്കാൻ ഞാനൊരു കോമാളിയാകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിൽ ചിന്തിക്കുവാൻ ഒരു അവസരമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നിയാൽ ഞാനത് ചെയ്തിരിക്കും. കാരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ മാഹാത്മ്യം കാണിക്കാനല്ല. ഞാൻ ഒന്നുമില്ലാത്തവനാണ്, ഒന്നുമില്ലാത്തതിൽ അഭിമാനം കൊള്ളുന്നവനാണ്. എന്നാൽ ഏതെങ്കിലും ഒരു കൊച്ചു ആശയം നിങ്ങൾ ആരുടെ എങ്കിലും ഉള്ളിലെത്തിക്കുവാൻ ഒരു ദിവസം എനിക്ക് കഴിഞ്ഞാൽ ഞാൻ അതിലെൻ്റെ പരമമായ സന്തോഷം, അഭിമാനം കണ്ടെത്തുന്നവനാണ്. അതുകൊണ്ട് എന്നെ തന്നെ ഒഴിച്ച് എൻ്റെ ഈ വലിയ അന്തസ് എന്നൊക്കെ പറയുന്ന കാര്യമില്ലേ, അത് ഞാൻ പിണ്ണാക്കിൻ്റെ വില കൊടുക്കുന്നില്ല. എൻ്റെ ദൗത്യത്തിന് ഞാൻ വില കൊടുക്കുന്നുണ്ട്. ആ ദൗത്യത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി എനിക്ക് 100% ആത്മധൈര്യമുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ ലോകം തിരിച്ചറിയുമെന്ന് എനിക്കറിയാം. അറിഞ്ഞില്ലേലും എനിക്കൊരു കാര്യവുമില്ല. ഞാൻ അതിനുവേണ്ടി ഇറങ്ങിയവനുമല്ല. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന കാര്യങ്ങൾ കാലം തെളിയിച്ചിട്ടുള്ള നിത്യസത്യങ്ങളുടെ ചില ചലനങ്ങൾ മാത്രമാണ്. എങ്കിലും അതിനും കാലാതീതമായ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. മനുഷ്യൻ്റെ അന്തസ്സിനെ ഞാൻ ബഹുമാനിക്കുന്നു. ഞാൻ ഓരോ വ്യക്തിയെയും അത്ഭുതത്തിൻ്റെ കണ്ണുകളിൽ കൂടെയാണ് കാണുന്നത്, ആരാധനാ മനോഭാവത്തോടുകൂടെയാണ്. അതുകൊണ്ടാണ് ആളുകൾ വെറും മൃഗങ്ങളെപ്പോലെ ബാലിശമായി പ്രവർത്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വേദനയും ചിലപ്പോൾ കോപവും ജനിക്കുന്നു. അങ്ങനെ വരരുത്. നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയണം. നിങ്ങളുടെ ഉള്ളിലുള്ള മഹനീയമായ സാധ്യതകളെ നിങ്ങൾ അവഗണിക്കരുത്. നിങ്ങൾ ആരുടെയും അടിമകളായി പോകരുത്. നിങ്ങൾ ആരുടെയും ചട്ടുകങ്ങളാകരുത്. നിങ്ങൾ സർക്കസിന് വേണ്ടി പരിശീലിപ്പിക്കപ്പെട്ട മൃഗങ്ങളെപ്പോലെ ആകരുത്. ആരാധനയൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണ്. ഒരു സർക്കസ് ഷോ ആണ്. അവിടെ പള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ സർക്കസ് ഷോ തുടങ്ങുന്നത് പോലെ അത് ചെയ്തു, ഇത് ചെയ്തു, ആനയെ കൊണ്ടുവന്നു, ആന ഇങ്ങനെ ചെയ്തു, പിന്നെ കടുവയെ കൊണ്ടു, കടുവ വളയത്തിൽ കൂടെ ചാടി, അങ്ങനെ അല്ലാതെ ഒന്നും നടക്കുന്നില്ല. എന്നാൽ അങ്ങനെ ഇരിക്കാനുള്ള ആളുകളല്ല നിങ്ങൾ. നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികതയെ നിങ്ങൾ ലോകത്തിലെ സർവ്വസമ്പത്തിനേക്കാൾ അധികമായി സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നസ്രയനായ യേശുവുമായി പുലബന്ധം പോലുമില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എനിക്ക് ആകപ്പാടെയുള്ള കടമ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികതയെ അന്ത്യശ്വാസം വരെ നിലനിർത്തുകയും മറ്റാരും അതിനെ ആദരിച്ചില്ലെങ്കിലും ഞാൻ അതിനെ ആദരിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഞാൻ ആത്മധൈര്യത്തോടെ നിങ്ങളോട് പറയട്ടെ, ഞാൻ എന്നെ ആദരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് കണ്ട അണ്ടൻ്റെയും അടകോടൻ്റെയും കാല് പിടിക്കാനും മോതിരം നക്കാനും ഞാൻ പോകാത്തത്. എനിക്കതിൻ്റെ ആവശ്യമില്ല. എൻ്റെ സ്വാതന്ത്ര്യം ദൈവം എനിക്ക് നൽകിയ നിധിയാണ്. അത് എന്താണ് പറയുന്നത്, അതുകൊണ്ട് പണയം വെക്കാൻ എനിക്ക് മനസ്സില്ല. ഇതാണ് എൻ്റെ നിലപാട്. അതുകൊണ്ട് ഇപ്രകാരമുള്ള നിലപാട് സഹിക്കാൻ വയ്യാത്ത ആരും ഈ യൂട്യൂബ് സംഗമത്തിൽ അബദ്ധത്തിൽ പോലും നിലനിൽക്കരുത് എന്ന വ്യക്തമായ ഒരു നിലപാട് എനിക്കുണ്ട്. ഇത് ആൾക്കൂട്ടങ്ങളുടെ ഒരു കൂട്ടായ്മയല്ല. ഇത് മനുഷ്യത്വത്തിൽ വിശ്വസിക്കുകയും മനുഷ്യാന്തസ്സിനെ മാനിക്കുകയും ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് വിശ്വസിക്കുവാൻ ധൈര്യം കാട്ടുന്ന ആളുകളുടെ മാത്രം ഒരു ചെറിയ കൂട്ടായ്മയാണ്, ഒരു ചെറിയ രഹസ്യമായ സന്തോഷമാണ്. ആ സന്തോഷം പകരുവാൻ താല്പര്യവും മനസ്സുമുള്ളവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും എന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഏത് മതത്തിലുള്ളവരാണെങ്കിലും ഏത് അവസ്ഥയിലുള്ളവരാണെങ്കിലും പാപികളാണെങ്കിലും പരിശുദ്ധന്മാരാണെങ്കിലും നിങ്ങൾ ദൈവസന്നിധിയിൽ തുല്യമായ വിലയുള്ളവരാണ്. പാപികളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ
ലോകത്തിന് വെളിപ്പെടുത്തുവാൻ വന്ന നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ഇത് മാത്രമാണ് സാധൂകരിക്കാവുന്ന ഏക നിലപാട്. നിങ്ങൾക്കുള്ള വില അപ്രമേയമാണ്. അതിനെ തുച്ഛീകരിക്കാൻ ശ്രമിക്കുന്നവൻ പാപിയാണ്, അവൻ മതമാടമ്പിയാണ്. ഒരു നിമിഷം ചിന്തിച്ച് നോക്കൂ. ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നില്ലേ, നിങ്ങൾ പാപികളാണ്, 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 നിങ്ങൾ പുഴുക്കളാണെന്നാണ് പറയുന്നത്. യാക്കോബേ, നീ പുഴുവാകുന്നു, അതുകൊണ്ട് ക്രിസ്ത്യാനിയെല്ലാം പുഴുവാണെന്നാണ് പറയുന്നത്. ഇത് കേട്ടെങ്ങനെ ഇരിക്കും നിങ്ങൾ? ഈ പറയുന്നവരാരാണ്? അവരാണ് പുഴുക്കൾ, അവരാണ് പാപികൾ. പാപിയുടെ കണ്ണിൽ നോക്കുമ്പോൾ എല്ലാവരും പാപികളാണ്. നിങ്ങളെല്ലാം പാപികളാണ് എന്ന് അനുനിമിഷം ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർ പറയുന്നത്, അയ്യോ ഞാൻ പാപിയാണ് എന്ന് എനിക്ക് പറയാൻ ധൈര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് അവതരിപ്പിക്കട്ടെ, ആശ്വാസം കണ്ടെടുത്ത് എന്നാണ് എൻ്റെ അർത്ഥം, മറ്റു അർത്ഥമല്ല. ദയവായി നിങ്ങൾ ചിന്തിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. യേശു പറഞ്ഞു, നിങ്ങൾ അന്വേഷിപ്പീൻ. ഞാൻ ഏറ്റവും വലിയ ആത്മീയ കടമയെ കണ്ടിരിക്കുന്നത് യേശുവിൻ്റെ വാക്കുകളാണ്. അന്വേഷിപ്പീൻ, അന്വേഷിപ്പീൻ, അന്വേഷിപ്പീൻ. അങ്ങനെ അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ അല്പം കോമാളി വേഷവും ആകാം, അതിൽ തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എവർക്കും നമസ്കാരം.